പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനം മുന്നേ അറിയിക്കട്ടെ. എല്ലാവരെയും എവൻഗേലിയോൻ വായനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ധ്യാനത്തിനു വേണ്ടി ഒരിക്കൽ കൂടെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 24/11/24 ഞായറാഴ്ച വിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയായിട്ടാണ് പിതാക്കന്മാർ വായന ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച സ്കറിയായുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയായിരുന്നു. സഭാശുദ്ധീകരണവും പുനഃപ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ രക്ഷകനെ കാത്തിരിക്കുന്ന ദിവസങ്ങളിലേക്ക്, രക്ഷകൻ്റെ ജനന ദിവസത്തെ നമ്മൾ ധ്യാനിക്കുന്ന നാളുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. മാതാവിനോടുള്ള ദൂത് അറിയിക്കുന്ന ധ്യാനമാണ് നമ്മൾ ഈ പ്രാവശ്യം ആഴ്ചകൾക്ക്. നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് തുടങ്ങാം. പ്രഭാത വായനയിലും സന്ധ്യാവായനയിലും നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെ വാക്യങ്ങളാണ് സന്ധ്യാവായനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെ വാക്യങ്ങളാണ് പ്രഭാത വായനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. പഴയ നിയമ വായനകൾ ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 27-ാം അധ്യായത്തിൻ്റെ 10 വരെ വാക്യങ്ങളാണ്. രണ്ടാമത്തെ വായന ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് 13-ാം അധ്യായം 2 മുതൽ 14 വരെ വാക്യങ്ങളാണ്. മൂന്നാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. 63-ാം അധ്യായം 15 മുതൽ 64-ാം അധ്യായത്തിൻ്റെ 5 വരെ വാക്യങ്ങളാണ്. കുർബാനയ്ക്ക് മുമ്പുള്ള ലേഖനങ്ങൾ 1 യോഹന്നാൻ 3-2 മുതൽ 17 വരെ പൊതുവിനുള്ളതും, പൗലോസ്ലീഹയുടെ ലേഖനം എബ്രായർ 6-ാം അധ്യായം 13 മുതൽ 7-ാം അധ്യായത്തിൻ്റെ 10 വരെ വാക്യങ്ങളാണ്. എവൻഗേലിയോൻ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെ വാക്യങ്ങളാണ്. ഇതിൽ സന്ധ്യയുടെ വായനയും എവൻഗേലിയൻ വായനയും ഒരേ വായന തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എവൻഗേലിയൻ വായനയിലേക്ക് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. ഒപ്പം തന്നെ പ്രഭാത വായനയിലും അതിനോടനുബന്ധപ്പെട്ട ധ്യാനമാകയാൽ അത് അവസാനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. നമുക്ക് പഴയ നിയമ പുസ്തകത്തിൽ നിന്നുള്ളത് ഇപ്പോൾ ധ്യാനിച്ചു പോകാം. ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ, തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. യേശുവിൻ്റെ സ്നേഹം, കരുതലുള്ള സ്നേഹം ഞങ്ങൾ അനുഭവിക്കുവാൻ, ഞങ്ങളുടെ രക്ഷയുടെ നിദാനമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പരിശുദ്ധ മാതാവിലൂടെ ഞങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം തരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ ദൂത് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങളിൽ ക്രിസ്തു രൂപപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല സങ്കടങ്ങളും പ്രയാസങ്ങളും ഇതിനാൽ നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യം ഞങ്ങൾ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആവർത്തന പുസ്തകം 26-ാം അധ്യായം 16 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 2-3 കാര്യങ്ങളാണ് അവിടെ നമുക്ക് ക്രമീകരിച്ചത് ദൈവം തരുന്നത്. ഒന്ന്, നമ്മൾ അവിടുത്തെ വിശുദ്ധ ജനമായിരിക്കും. ഒന്നാമത്തെ ചിന്ത അതാണ്. രണ്ടാമത്തെ ചിന്ത, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ ശ്രദ്ധാപൂർവം ദൈവിക കൽപ്പനകളെല്ലാം കാത്തു പാലിക്കണമെന്ന് എഴുതിയിരിക്കുകയാണ്. 17-ാമത്തെ വാക്യം പറയുകയാണ്, കർത്താവാണ് നിൻ്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും എന്നും ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു. തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നീ തൻ്റെ പ്രത്യേക ജനമാണെന്നും
തൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടുള്ള ചിന്ത. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 13-ാം അധ്യായം 2 മുതൽ 14 വരെ വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 2 മുതൽ 14 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാളുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു, അവൾക്ക് മക്കളില്ലായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് ആശീർവാദക്കാരനായിരിക്കും. അവൻ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. അവൻ പേര് പറഞ്ഞതുമില്ല. അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. ബാലൻ ആജീവനാന്തം ദൈവത്തിന് ആശീർവാദക്കാരനായിരിക്കും. സിംസോൻ്റെ ജനനത്തെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. ദൈവത്തിനു വേണ്ടി, ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം രക്ഷയുടെ വഴിയൊരുക്കുന്ന ഒരു ഭാഗമാണത്. കർത്താവിനോട് മനോവ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ വീണ്ടും ആ ദൂതനെ ഞങ്ങളുടെ അടുക്കലേക്ക് അയക്കണമേ എന്ന്. ഇപ്പോൾ ശിശുക്കളില്ലാതിരുന്ന, കുഞ്ഞില്ലാതിരുന്ന അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒപ്പം തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം നൽകുന്നത് സന്തോഷത്തിൻ്റെ മാത്രമല്ല, അത്യധികം സന്തോഷിക്കാനുള്ള വകയാണ്. ആ കുഞ്ഞ് ദൈവത്തിനു വേണ്ടി പ്രത്യേകം വേർതിരിച്ചവനായിരിക്കുമെന്നുള്ള സന്തോഷമാണ്. നമ്മളും പ്രാർത്ഥിക്കണം, ദൈവമേ, മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കണം, മക്കളുള്ളവർ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ കുഞ്ഞിനെ അങ്ങേക്ക് ഹിതകരമാകുന്ന രീതിയിൽ വളർത്തുവാനും അവിടുത്തെ ഹിതത്തിനൊത്തവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടതുമായിരിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിൻ്റെ നോമ്പും വ്രതവും ഒക്കെ നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി വളരെയേറെ ദാഹിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള ഒരു കുഞ്ഞായി വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതിലൂടെ നമുക്ക് സന്ദേശം നൽകുകയാണ്. വീണ്ടും നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം പഴയ നിയമത്തിൽ നിന്ന് വായിക്കുമ്പോൾ 63-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 64-ാം അധ്യായത്തിൻ്റെ 5 വരെയുള്ള വാക്യങ്ങളാണ്. 63-ാം അധ്യായം 15 മുതൽ വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസസ്ഥലത്ത് നിന്ന് നോക്കിക്കാണുക. അങ്ങയുടെ തീക്ഷ്ണതയും ശക്തിയും എവിടെ? അങ്ങയുടെ ഉത്കട സ്നേഹവും കൃപയും എന്നിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു. ഒരു സങ്കടയാചനയാണ്. ദൈവ കരങ്ങളിൽ നിന്ന്, ദൈവത്തിൻ്റെ കരുതലിൽ നിന്ന് ജനത്തെ വിടിവിച്ചോ? ദൈവം അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ഇസ്രായേൽ, അബ്രാഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും, ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ്. കർത്താവെ, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്. ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം. കർത്താവെ, അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങയെ ഭയപ്പെടാതിരിക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത്? അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകത്തക്കവണ്ണമുള്ള ഇടപെടലുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ദൈവം ഇടപെടുന്നതല്ലോ, മനുഷ്യൻ്റെ പാപം മൂലം സ്വയം മാറിപ്പോകുന്നതാണ്.
64 അധ്യായത്തിൻ്റെ 6 വാക്യം, ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ, ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയുമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവൃത്തികളെ പരിശോധിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് തരുന്ന സന്ദേശം. രക്ഷ അനുഭവിക്കണമെങ്കിൽ, രക്ഷകനായ യേശുവിനെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം, ആ ചോദ്യത്തിന് മറുപടിയായി ദൈവം നിങ്ങളോട് അകന്നിരിക്കുന്നില്ല, നിങ്ങളോട് അടുത്തിരിക്കുവാനും നിങ്ങളുടെ കൂടെയായിരിക്കുവാനും ദൈവം തയ്യാറാണെന്നുള്ള ഒരു ചിന്തയാണ് ഈ പരിശുദ്ധ ദൈവമാതാവിനുള്ള അറിയിപ്പിലൂടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ അറിയിപ്പിനെ നമ്മൾ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ, ദൈവമേ എന്തുകൊണ്ട് നീ എന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്ന ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത് നല്ലതാണ്. ഇത് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ടുള്ള ലേഖനങ്ങളിൽ നിന്നാണ്. ഒന്ന് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 17 വരെ വാക്യങ്ങളാണ്. അതിലിപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത് തന്നെ. 3-ാം അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവമക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാണ്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച, യേശുക്രിസ്തുവിൻ്റെ ശരീരങ്ങൾ അനുഭവിക്കുന്ന നമ്മളെല്ലാവരും ദൈവ മക്കളാണ്. ഇനി ഇതിൻ്റെ അവസാനം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. നാം, യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, നാം ഒന്നറിയുന്നു എന്നാണ്. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും, അവിടുന്ന് ആയിരിക്കുന്ന പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ വിശുദ്ധനാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കർത്താവിൻ്റെ 2-ാമത്തെ വരവിനെയും കൂടി സൂചിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ ഇന്ന് രക്ഷകനെ സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ കർത്താവിനെ പോലെ തന്നെ, കർത്താവായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിനെ കാണുകയും കർത്താവിനെ പോലെ നമ്മളുമായി തീരുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയുടെ ഭാഗമാണ് നമുക്കിവിടെ നൽകുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്നത്, 17-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ പറയുന്നത്, ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനെ കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? അതാണ് നമുക്ക് തരുന്ന ചിന്ത. ദൈവസ്നേഹം എങ്ങനെ നമ്മളിൽ കുടികൊള്ളും? ദൈവസ്നേഹം നമ്മളിൽ കുടികൊള്ളണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. 1, നാം വിശ്വസിക്കണം നാം ദൈവമക്കളാണെന്ന്. 2, നമ്മൾ പരസ്പരം സ്നേഹിക്കണം. 3, പങ്കുവെക്കുന്ന സ്നേഹത്തിലൂടെയാണ് ദൈവമക്കളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് നമുക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ തന്നെയും മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും പങ്കുവെക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയ. വീണ്ടും എബ്രായർ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ 2-ാമത്തെ വായന കാണുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 7-ാം അധ്യായത്തിൻ്റെ 10 വരെ വാക്യങ്ങളാണ്. കുറച്ച് കൂടുതലുണ്ട് അതിനകത്ത്. 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത്. അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് ശപഥം ചെയ്യാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെക്കൊണ്ട് തന്നെ ശപഥം ചെയ്തു പറഞ്ഞു, നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ തന്നെക്കൊണ്ട് തന്നെ ശപഥം ചെയ്യുകയാണ്.
അതിന് മുകളിൽ വലിയ ആളില്ല. ആ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്നത്തെ ഈ ദൂത്. മറിയാമിനോട് മാലാഖ വന്ന് അറിയിക്കുന്ന ദൂത് അതാണ്. വലിയ പ്രത്യാശയുടെ ദൂതാണ്. രണ്ടാമത്തെ ചിന്ത ഇവിടെ ഈ യേശുക്രിസ്തു നമ്മുടെ രക്ഷകൻ അബ്രാഹത്തിന് കൊടുത്ത ഈ വാഗ്ദത്ത സന്തതി മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം പ്രധാന പുരോഹിതനാണ്. ശാലേമിൻ്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മെൽക്കിസദേക്ക് അവനെ അനുഗ്രഹിച്ചു. സകലത്തിൻ്റെ ദശാംശം അബ്രാഹാം അവന് നൽകി. അവൻ്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സമാധാനത്തിൻ്റെ രാജാവുമെന്നുമാണ് അർത്ഥം. അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല. അവൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. ദൈവപുത്രന് സദൃശനായവൻ എന്നേക്കും പുരോഹിതനാണ്. ഇതാണ് പൗലോസ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മുടെ രക്ഷകനായി വരുന്ന യേശുക്രിസ്തുവിന് ആരംഭവും അവസാനവുമില്ല. അവൻ ദൈവം തന്നെയാണ്, അവൻ പൂർണ്ണനാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. യേശുക്രിസ്തുവിലായിരിക്കുന്ന നമുക്ക് പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ, അവനോടുകൂടെ നമ്മൾ ജനിക്കുന്നു, അവനോടുകൂടെ മരിക്കുന്നു, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു, അവനോടുകൂടെ നിത്യജീവനിൽ പ്രവേശിക്കുന്നു, നിത്യമായി അവനോടുകൂടെ വസിക്കുന്നു, വാഴുന്നു. ഹല്ലേലൂയ. ശേഷമാണ് പ്രിയമുള്ളവരെ സുവിശേഷം. എബ്രായറിലെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 38 വരെ വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെ വാക്യങ്ങളാണ് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ചിന്ത. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണല്ലോ നമുക്കെല്ലാവർക്കും അറിയാം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ടപ്പോൾ അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമ്മേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ ആളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ഇതാണ് പ്രിയമുള്ളവരെ പ്രധാന ദൂത്. ഗബ്രിയേൽ മാലാഖ വന്ന് മറിയത്തിന് കൊടുക്കുന്ന ദൂത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം കൂടി കൂട്ടി വായിച്ചാൽ ഗലീലി വിജാതിയരുടെ ഗലീലി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അയിത്തക്കാരുടെ സമൂഹം അല്ലെങ്കിൽ അവരുടെ കോളനി എന്നൊക്കെ വായിക്കാൻ പറ്റും. പുച്ഛിക്കപ്പെട്ട അല്ലെങ്കിൽ പുച്ഛമുള്ള ഒരു സമൂഹം ജീവിക്കുന്ന ഇടം, അവഗണിക്കപ്പെട്ട ഒരിടം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 46-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നതനുസരിച്ച് നന്മ നസ്രത്തിൽ നിന്നുണ്ടാകുമോ എന്ന് സംശയിക്കുന്ന ഒരിടം. അങ്ങനെ ആ സ്ഥലത്താണ് മറിയാം താമസിക്കുന്നത്. അവിടെയാണ് ഗബ്രിയേൽ മാലാഖ വന്ന് സംസാരിക്കുന്നത്. നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ലോകരക്ഷകനാണ് എന്ന് പറയുവാനിടയാകുന്നു.
പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്നത് ഒരു രക്ഷയുമില്ല, ഒരു നന്മയുമില്ല എന്ന് പറയുന്നിടത്തു നിന്നായിരിക്കാം ഒത്തിരി നന്മകൾ പിന്നീടുണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനെയും നമുക്ക് ചെറുതായി കാണാനോ പുച്ഛിച്ച് കാണുവാനോ ഒന്നും ഇടയാകരുത്, ശപിക്കാനിടയാകരുത്. ആ ദേശത്തിൻ്റെ മേൽ, ആ മനുഷ്യൻ്റെ മേൽ, ആ രാജ്യത്തിൻ്റെ മേലൊക്കെ എപ്പോഴാണ് ദൈവം ഇടപെടുന്നതെന്ന് അറിഞ്ഞുകൂടാ. മറിയാമെന്ന വാക്കിൻ്റെ അനുഭവം, അല്ലെങ്കിൽ മറിയാമെന്ന് പറഞ്ഞാൽ ദൂതൻ പറയുകയാണ്, നീ കൃപ നിറഞ്ഞവളാണ്, ദൈവ കൃപ നിറഞ്ഞവളാണ് നീ, കർത്താവ് കൂടെയുള്ളവളാണ്, വിധേയത്വമുള്ളവളാണ്, വിശ്വസിക്കുന്നവളാണ്, ആരാധിക്കുന്നവളാണ്, യഹൂദ നിയമങ്ങളും ഭക്താഭ്യാസങ്ങളും പാലിച്ചിരുന്നവളാണ്. ഇത്രയൊക്കെ ഗുണമാണ് മറിയത്തിൽ ദൂതൻ കണ്ട് പറയുന്നത്. ഇതിനേക്കാൾ കൂടുതൽ വേറെന്ത് ഗുണമാണ് ഒരു പെൺകുട്ടിയിൽ ഉണ്ടായിരിക്കേണ്ടത്? ദൈവ കൃപ നിറഞ്ഞു, കർത്താവ് അവളുടെ കൂടെയുണ്ട്, വിധേയത്വമുള്ളവളാണ്, വിശ്വസിക്കുന്നവളാണ്, ആരാധിക്കുന്നവളാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം, അത്യുന്നതനായ ദൈവം തൻ്റെ പുത്രനെ മറിയത്തിൽ പിറവിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതും മറിയത്തെ തിരഞ്ഞെടുക്കുന്നതും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ദൈവകൃപ നിറഞ്ഞ് ദൈവികമായ കാര്യങ്ങൾ, ദൈവത്തിന് ഇഷ്ടമുള്ളൊരു പ്രവൃത്തി, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, നമ്മളെ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണല്ലോ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കാൻ, മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കാൻ. അതുകൊണ്ട് നമ്മളും നന്മ നിറഞ്ഞവളും കർത്താവ് കൂടെയുള്ളവളും വിധേയത്വമുള്ള വ്യക്തിയും പൂർണ്ണമായി വിശ്വസിക്കുന്നതും ആരാധിക്കുന്നവരൊക്കെ ആയിട്ടുള്ള അനുഭവം നമുക്കുണ്ടാകണം. വിജാതീയർ ഇസ്രായേലിലെ ദൈവത്തെ വിളിച്ചിരുന്നത് അത്യുന്നതനെന്നാണ്. അതുകൊണ്ട് അത്യുന്നതൻ്റെ പുത്രൻ നിന്നിൽ ആവസിക്കുമെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അത് വിജാതീയരുടെയും കൂടി രക്ഷയുടെ അനുഭവമാണ് എന്നുള്ളത് നിശ്ചയമാണ്. യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മാത്രം വിജയമല്ല, ഇവരുടെ വിജാതീയരുടെയും കൂടി വിജയത്തിൻ്റെ നിയമമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ മറിയത്തിൻ്റെ ജീവിതാനുഭവം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറിയം ഒരു സമയത്ത് ഭയപ്പെടുന്നുണ്ട്. വചനം കേട്ട് അവൾ അസ്വസ്ഥതയായി. അവൾ ഈ ദൂതനെ കണ്ടപ്പോൾ സ്കറിയ പുരോഹിതനൊക്കെ പരിഭ്രമിച്ചതുപോലെ ഇവളും പരിഭ്രമിക്കുന്നുണ്ട്. പക്ഷേ മറിയത്തോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, പരിഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ഭയമില്ലാത്തതിൻ്റെ കാരണം. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം മനുഷ്യർക്ക് ഭയമില്ല എന്നല്ല, ദൈവകൃപ കണ്ടെത്തിയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും ദൈവം കൃത്യമായി പറഞ്ഞു കൊടുക്കും, അവർ ദൈവം കൃത്യമായി നടത്തും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്നാണ് ദൂതൻ പറയുന്നത്. അവസാനമില്ലാത്ത ഭരണാധികാരി. മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഞാൻ സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലല്ലോ. യഹൂദന്മാരുടെ നിയമമനുസരിച്ച് വിവാഹം നിശ്ചയിക്കപ്പെട്ടു. വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഉറപ്പാണ്, അത് മാറ്റാൻ പാടില്ല. എങ്കിലും വൈവാഹിക ജീവിതം
വിവാഹം കഴിഞ്ഞ അതിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടേ പാടുള്ളൂ എന്നുള്ളതാണ്. ഈ അർത്ഥത്തിലാണ് മറിയം ചോദിക്കുന്നത്. അപ്പോൾ ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അടയാളമായി പറയുന്നു, നിന്റെ ചാർച്ചക്കാരിയ എലിസബത്തിന് ഇത് 6-ാം മാസമാണ്. 6 മാസം മുമ്പ് സക്കറിയ പുരോഹിതനോട് ഈ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം വിശ്വസിക്കാതെ ആ അടയാളം അത് കാണുന്നത് വരെ ഊമനായിരിക്കും എന്നൊരു അനുഭവമാണ് പുരോഹിതന് കിട്ടിയത്. ഇവിടെ മറിയത്തോട് ദൂതൻ പറയുന്നത്, നിന്റെ മേൽ അത്യുന്നത ശക്തിയാണ് നിഴലിക്കുന്നത്, അത്യുന്നതൻ്റെ ശക്തി ആവസിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് ഈ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നത്. നീ ഭയപ്പെടുന്നത് പോലെയല്ല ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇത് വളരെ എളുപ്പമാണ്. ഉണ്ടാകട്ടെ എന്ന് പറയുന്ന വചനത്താൽ എല്ലാം ഉണ്ടായതുപോലെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു, ഇല്ലായ്മയിൽ നിന്നെല്ലാം രൂപപ്പെട്ടു. ഇതുപോലെ ഒരു പുരുഷ സ്പർശനം കൊണ്ടോ ശാരീരിക സുഖം കൊണ്ടോ അഭിലാഷം കൊണ്ടോ അല്ല ഈ കുഞ്ഞ് ജനിക്കുന്നത്. ഈ കുഞ്ഞ് പരിശുദ്ധാത്മാവിനാലാണ് ജനിക്കുന്നത് എന്ന് അവളോട് പറയുമ്പോൾ, അവൾ എലിസബത്തിന് ഇത് 6-ാം മാസമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു സാധാരണ ആളുകളൊക്കെ പറയുന്നത് ഈ ഭക്തരായ ആളുകൾ മണ്ടന്മാരെന്നൊക്കെ പറയാറുണ്ട്. ഭക്തി കൊണ്ടൊന്നും കാര്യമില്ല, വിദ്യാഭ്യാസം കൊണ്ടൊക്കെയാണ് കാര്യമെന്നാണൊക്കെ പലരും പറയുന്നത്. ഭക്തിയുടെ കൂടെ തന്നെ വിദ്യാഭ്യാസം പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് ആളുകൾ മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ പട്ടണത്തിൽ വസിക്കുന്ന എന്നാൽ വലിയ പാരമ്പര്യങ്ങളൊന്നുമില്ലാത്ത, ആദ്യം പറഞ്ഞതുപോലെ അവഗണിക്കപ്പെട്ട, പുച്ഛിക്കപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന ഒരു കോളനിയിലെ ഒരു കുടുംബം പട്ടണത്തിലാണെങ്കിലും വലിയ ആഢ്യത്വത്തിലോ പ്രതാപത്തിലൊന്നും അല്ല പോകുന്നത്. വലിയ പ്രത്യേക മേന്മ എടുത്ത് പറയാനൊന്നും അവിടെ ഇല്ലാത്ത, മഹാന്മാരില്ലാത്ത ഒരു നാട്. പക്ഷേ ഈ സ്ത്രീ കൃപ നിറഞ്ഞവളായതുകൊണ്ട് ഇവൾക്ക് വിവരം തന്നെ ഉണ്ടാവുകയാണ്. ഇവൾ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു ബലഹീന പെൺകുട്ടിയല്ല, കാര്യങ്ങൾ അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ദൈവം അവളെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് ഇവൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാവുകയാണ്. അവിടെ എന്നെ കേൾക്കുന്ന ആ ദൈവമക്കളെ, കാര്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ എന്തു ചെയ്യണമെന്നാണ് ബൈബിൾ പറയുന്നത്. അതാണ് പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ പ്രഭാത വായനയിൽ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കാൻ അത് മാറ്റിവെച്ചല്ലോ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് പ്രഭാതത്തിൻ്റെ വായനയിൽ 3-ാം അധ്യായം 31 മുതൽ 35 വരെ വാക്യങ്ങൾ അവിടെ വായിക്കണമെന്ന് പിന്നെ വായിക്കാമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതും കൂടി ഈ കൂട്ടത്തിൽ ചേർന്ന് പോകുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായ ഒരു ഇന്നത്തെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ഇന്നത്തെ ക്രൈസ്തവ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതും മനസ്സിലാകുകയുള്ളൂ. വർഷാവർഷം നമ്മളിങ്ങനെ ഈ വായനകളൊക്കെ വായിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം കൂടി വായിച്ച് പോകണം. 31 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 31 മുതൽ വാക്യങ്ങൾ, യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവനെ ചുറ്റുമിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു.
അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഇപ്പോൾ പഴയ നിയമത്തിലെ മാതാവായാണ് ഇസ്രായേൽ ജനം മറിയത്തെ കാണുന്നത്. യേശു മറിയത്തെ കാണുന്നത് പുതിയ നിയമത്തിലെ മറിയമായിട്ടാണ്. പുതിയ നിയമത്തിലെ മറിയം എന്ന് പറയുന്നത് അവന് ആരംഭവും അവസാനമില്ലാത്തവനാകയാൽ അവനിലൂടെ എല്ലാം രൂപപ്പെട്ടിരിക്കുന്നതിനാൽ ഉണ്ടാകാനുള്ളതും ഉണ്ടായിട്ടുള്ളതും എല്ലാം അവനിലൂടെ ആയതുകൊണ്ട് എക്കാലത്തും അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ അവർക്കൊക്കെയും ഈ സ്ഥാനത്ത് വരാൻ സാധിക്കുമെന്ന് യേശു പറയുകയാണ്. ഇതാണ് പുതിയ നിയമ മാതാവ്. മറിയത്തെ പോലെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരും. പഴയ നിയമത്തിലെ മറിയത്തെ യേശു അവിടെ മാറ്റിവെച്ചു. പഴയ നിയമത്തിലെ മറിയമാണ് ഗബ്രിയേൽ ദൂതൻ്റെ വാക്ക് കേൾക്കുന്ന മറിയം. എന്നാൽ ഗബ്രിയേൽ ദൂതൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച മറിയം പുതിയ നിയമത്തിലെ മറിയമായി, എന്ന് പറഞ്ഞാൽ സഭാമക്കളുടെ മാതാവായി. യേശുക്രിസ്തുവിലൂടെ വിശ്വാസം സ്വീകരിക്കുന്ന, യേശുക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കുന്ന എല്ലാവരുടെ അമ്മയായി, മാത്രമല്ല ആ വിശ്വസിക്കുന്ന സമൂഹത്തിന് മുഴുവൻ ഈ അമ്മയാകുവാനുള്ള, ഈ സഹോദരനും സഹോദരിയാകുവാനുള്ള കൃപാവരവും നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇത് എന്നെ കേൾക്കുന്ന യുവമക്കളെ, ഇത് വായിച്ച് കേട്ട് മാറിപ്പോകാനുള്ളവരല്ല. ഇത് വായിച്ച് കേട്ട് മാതാവിനെ പോലെ ക്രിസ്തുവിന് വേണ്ടി തന്നെ സമർപ്പിക്കാനുള്ളവരാണ് നമ്മൾ. അപ്പോൾ ഒന്ന്, നമ്മൾ പഴയ നിയമത്തിലൂടെ വായിച്ചു കേട്ടു, പ്രത്യാശയോടെ അബ്രാഹാം മുതൽ കാത്തിരിക്കുന്ന ഒരു സമൂഹം. നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ തള്ളിക്കളയുന്നില്ല, ഞാൻ നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് ദൂത് തരുന്ന അനുഭവം. നാം ദൈവമക്കളാണ്, നാം എന്തായിത്തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എന്ന് നമ്മളെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന അനുഭവം. മാതാവ് ക്രിസ്തുവിനെ സ്വന്തമാക്കിയതുപോലെ, ക്രിസ്തു മാതാവിനെ സ്വന്തമാക്കിയതുപോലെ നമുക്കും ക്രിസ്തുവിനെ സ്വന്തമാക്കാനും ക്രിസ്തുവിന് നമുക്ക് മാതാവായി തീരുവാനും പിതാവായി തീരുവാനും കഴിയുമെന്നുള്ള സന്ദേശം. അങ്ങനെ എല്ലാ വിധത്തിലുള്ള സന്ദേശം കൊണ്ടും ഈ ഇന്നത്തെ ധ്യാനം നമ്മളെ ധന്യമാക്കട്ടെ. നല്ലൊരു വിശുദ്ധ ബലിയർപ്പിക്കുവാൻ ദൈവം നമുക്ക് ഇതിലൂടെ സൗഭാഗ്യം നൽകട്ടെ. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളും നമ്മൾ നിറയ്ക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ.